Okay, in the third chapter നോക്കാം. Third chapter mainly software design. Okay. Software design already കഴിഞ്ഞ ദിവസം കുറെ കാര്യങ്ങൾ റിക്വയർമെന്റ് അനാലിസിസ് ആണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. Today software design, what is a high level design, what is low level design, what is the importance of designing to implement a software. ഇതൊക്കെ ഇന്നത്തെ ടോപ്പിക്ക് പറയുന്നത്. ചാപ്റ്റർ okay, data design, architectural design, modular design, interface design. ഇതിനകത്ത് മോഡുലാർ ഡിസൈൻ ആണ് യൂഷ്വലി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. അപ്പം ആക്ച്വലി ഡിസൈനിങ് എന്തിനാണെന്ന് ചോദിച്ചാൽ വി നീഡ് എ ടെംപ്ലേറ്റ് ഇറ്റ് ഈസ് എ ബ്ലൂ പ്രിന്റ്, ദെൻ ഇറ്റ് ക്യാൻ ബി ഈസി ടു ട്രാൻസ്ലേറ്റ്. ഇഫ് യു ഹാവ് എ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇഫ് യു ഹാവ് എ design, if you have a model, easy for a person to implement that thing. Okay, മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. So the goal of the software designer is to develop a model that can be translated into a software. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം. Before that we need to develop a model. Okay, അപ്പോൾ how we need to understand what is architectural design, modular design, okay, interface ഇതെങ്ങനെയായിരിക്കേണ്ടത്, ഏത് യൂസർ എങ്ങനെയാണ് ഈ സംഭവം യൂസ് ചെയ്യേണ്ടത്, കസ്റ്റമർ എങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള സംഭവമൊക്കെ. അപ്പൊ ഡേറ്റ ഡിസൈനകത്ത് ഇപ്പം ഇത് കണ്ടോ, സോഫ്റ്റ്വെയർ ഈ ഒരു പ്രോസസ് ഓഫ് സോഫ്റ്റ്വെയർ ഡിസൈൻ, ഈ ഒരു ഡയഗ്രാം ഓർത്തിരിക്കുക. സോ the aim of the design is to implement a software program. So before that you need to implement a model. Okay, so the user customer requirements ഇവിടെ ഉണ്ട്, system design, then it will be translated into a program code. Okay, so information model ഉണ്ട്, functional model ഉണ്ട്, okay, data design ഉണ്ട്, procedure design ഉണ്ട്. So what is information model? Okay, information model is translated to data design. Okay, so information എന്ന് പറയുമ്പം ഡേറ്റയാണ്. ഇൻഫർമേഷൻ മീൻസ് ഡേറ്റ. സോ ഇൻഫർമേഷൻ മോഡൽ ആണ് എന്താകുന്നത്, ട്രാൻസ്ലേറ്റഡ് ഇൻ ടു. സോ ടു ക്രിയേറ്റ് എ ഡേറ്റ ഡിസൈൻ വി നീഡ് ഇൻഫർമേഷൻ. ഓക്കെ, ദെൻ ടു ക്രിയേറ്റ് എ പ്രൊസീജറൽ ഡിസൈൻ വി നീഡ് ടു നോ ദ ഫങ്ഷൻസ്. ഓക്കെ, അതാണ് ഫങ്ഷണൽ മോഡൽ. സോ ഫങ്ഷണൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് എ ബിഹേവിയർ ഓഫ് ദ മോഡൽ. Okay, that will be translated into an architectural design. It will give the functions or behavior, what are the process that is happening. ഇതെല്ലാം എന്താണ്, ആർക്കിടെക്ചറൽ ഡിസൈൻ ആയിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, that defines the major components of the software. സോ അപ്പൊ നമുക്ക് ഈ ഒരു ഡയഗ്രത്തിനകത്തും ഇത്രയും കാര്യങ്ങൾ എഴുതാം. യൂസർ റിക്വയർമെന്റ്സ്, കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് വി നീഡ് ടു ഇംപ്ലിമെന്റ് a software. So we need to convert it into a model so that easy to design a program. So that model is actually the design. So design can be data design and architectural design or procedural design. So data design, the input will be the information, and for procedural the input will be what, functions or behavior, okay, or the components, or what are the procedure that is going to be happen. അതാണ് എന്ത് പറയുന്നത്, അതാണ് നമ്മൾ ആർക്കിടെക്ചറൽ ഡിസൈനിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, so software design, it is a foundation for implementing the software system. So software design, we need to check the software quality. Okay, so quality, നമ്മുടെ ഡിസൈൻ നല്ലതാണെന്നുണ്ടെങ്കിൽ the implementing software will be high quality. So the quality of the software depends upon the quality of the design. Okay, so a high level design gives a holistic view of the software to be built, but low level design is more close to the final source code. അപ്പോൾ നമ്മുടെ ഹൈ ലെവൽ ഡിസൈൻ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് ചോദിച്ചാല്, നമ്മള് ഹോളിസ്റ്റിക് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം കൂടെ ചേർന്ന ഒരു സംഭവം. ഓക്കെ, ഒരു റാൻഡം വ്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഹൈ ലെവൽ ഡിസൈൻ. പക്ഷെ ലോ ലെവൽ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ് കോഡാണ്. ഓക്കെ, സോ ഈ ലോ ലെവൽ ഡിസൈൻ
കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ബെറ്റർ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. സോ ദാറ്റ് വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ദ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഓക്കെ, എഞ്ചിനീയർ. അപ്പോ എഞ്ചിനീയർ എങ്ങനെയാണോ ആ സംഭവത്തെ ഹാൻഡിൽ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വ്യൂ കിട്ടുന്നത്. ഓക്കെ, the following are some of the fundamentals of the design. So it should follow a hierarchical organization. Design should be modular, which are logically partitions into modules, which are relatively independent and perform independent tasks. അപ്പോൾ നമ്മുടെ ഇത് മോഡുലാർ ഡിസൈൻ എന്താന്ന് ചോദിച്ചാല്, മോഡുലാർ ഡിസൈൻ എന്ന് പറഞ്ഞാല് വി ഡിവൈഡ് ദ പ്രോബ്ലം ഇൻറ്റു മൾട്ടിപ്പിൾ മോഡ്യൂൾസ്. ഒരു വലിയ ടാസ്ക് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നു. അതാണ് ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തഡോളജി. അപ്പൊ ഹൈറാർക്കിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കിന് പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ പാർട്ടീഷൻസ് ആയിട്ട് മൊഡ്യൂൾ ചെയ്തിരിക്കുന്നു. പക്ഷെ നമുക്ക് ഈ മൊഡ്യൂൾ തമ്മിൽ ഇന്റർ ഡിപ്പെൻഡന്റ് ആകാൻ പാടില്ല. ഓക്കെ, കാര്യം ഓരോ മൊഡ്യൂളും എന്തായിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അപ്പൊ മോഡുലാർ ഡിസൈനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഇന്റർ ഡിപ്പെൻഡൻസിന്റെയും ഇൻഡിപെൻഡൻസിന്റെയും കാര്യം പറയും. ഓക്കെ, അപ്പോ അതിനെ കൊഹിഷനും കപ്പിളിംഗ് എന്ന് പറയാം. അപ്പൊ അതിൽ നിന്ന് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻ കാണും. സോ അത് വൃത്തിയായിട്ട് പഠിക്കണം. അപ്പൊ നമ്മൾ ഡിസൈനകത്ത് ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ പറഞ്ഞു, ദെൻ മോഡുലാർ അപ്രോച്ച് പറഞ്ഞു, ദെൻ അടുത്തത് ഇന്ററാക്ഷൻ വിത്ത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഓക്കെ, ഇന്ററാക്ഷൻ വിത്ത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ബെറ്റർ ഇന്റർഫേസ് ആയിരിക്കണം, യൂസറിന് മനസ്സിലാകുന്ന രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് എളുപ്പമുള്ള രീതിയിലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന്. Then stepwise refinement to more detailed design which provide necessary details for the developer of the code. Okay, so stepwise refinement technique എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്നുള്ളത് ഡെവലപ്പറിന് കുറച്ചുകൂടെ ഈസി ആയിട്ട് കോഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അതിന് നമുക്ക് SRS ഡോക്യുമെന്റ്, സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെന്റ് ഹെൽപ്പ് ചെയ്യും. ഈച്ച് ഫേസ് കഴിയുമ്പോൾ നമ്മൾ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യും. സോ ദാറ്റ് ഡെവലപ്പറിന് ആ ഡോക്യുമെന്റ് നോക്കിയിട്ട് ഫർദർ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്, അല്ലെ പുതിയതായിട്ട് ഒരാൾ ഒരു ടീമിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മോഡുലാരിറ്റി ഈസ് എൻകറേജ് ടു ഫെസിലിറ്റേറ്റ് പാരലൽ ഡെവലപ്മെന്റ്. സോ മോഡുലാർ ഡിസൈനിന്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ പാരലൽ ഡെവലപ്മെന്റ് ആണ്. ദാറ്റ് ഈസ് അറ്റ് എ ടൈം തന്നെ മൾട്ടിപ്പിൾ മോഡ്യൂൾസ് ഒരേ ടൈമിൽ പാരലലി വർക്ക് ചെയ്യുന്നത് കൊണ്ട് ദ പ്രോഗ്രാം എഫിഷ്യൻസി, പ്രോഗ്രാം കംപ്ലീഷൻ ഡേറ്റ് ഇതൊക്കെ കുറച്ചുകൂടെ എളുപ്പത്തിൽ നടക്കും. ദെൻ വി നീഡ് ടു ഇന്റഗ്രേറ്റ് ഓൾ ദ മോഡ്യൂൾസ് ടുഗദർ ഫോർ ദ സൊല്യൂഷൻ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. സോ ഡേറ്റ മീൻസ് വാട്ട്? ഡേറ്റ എന്ന് പറയുന്നത് വേരിയസ് കഴിഞ്ഞ ദിവസം എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഒക്കെ പഠിച്ചായിരുന്നു. എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ കസ്റ്റമർ, പീപ്പിൾ, അസറ്റ്, സ്റ്റുഡന്റ്, റെക്കോർഡ്, ഇതൊക്കെയാണ് ഡേറ്റ. ഡേറ്റ ഡിസൈനിന്റെ ഇൻപുട്ട് ആണ് നമ്മുടെ ഇൻഫർമേഷൻ. ഡേറ്റ ഡിസൈൻ കിട്ടുന്നത് ഇൻഫർമേഷൻ ഡിസൈനിൽ നിന്നാണ് ഡേറ്റ ഡിസൈൻ കിട്ടുന്നത്. സോ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താ? കസ്റ്റമർ അല്ലെങ്കിൽ എൻറ്റിറ്റി, സ്റ്റുഡന്റ് നെയിം, റെക്കോർഡ്, എവിടെയാ സ്റ്റുഡന്റ് വർക്ക്സ് ഫോർ വാട്ട്, അല്ലെങ്കിൽ എംപ്ലോയി വർക്ക്സ് ഇൻ വിച്ച് ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് വരുന്നത്. Okay, highest level, I told you, no, data defined in a very vague manner, but the lowest level it is related to the final code. Okay, appo nammade oru structure ingeneyaanu technical aspects of design: data design, then architectural design, modular design and interface design. appo idu oronnu ipo enna ennallathu ariyam. Architectural design functional or behavioral model aanu use cheyyunnathu, behavior of the system. Modular design dividing it into sub-modules. Independence of the module is very important. Okay, human computer interface design when interface should be more understandable. Okay, appo adatreyana aa pettikathu varna aa saanam ortholuka. Next, data structure. So data structure എന്ന് പറഞ്ഞാൽ എന്താ? The structural representation. ഇപ്പൊ ഡേറ്റ ഡിസൈൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. സോ ലോജിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റ ഐറ്റംസ്, അതായത് നമ്മുടെ ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റ ഇസ് ആക്ച്വലി ഡേറ്റ സ്ട്രക്ചർ. സോ ഹൗ ക്യാൻ ദ ഡേറ്റ ബി അലൈൻഡ്? ഡേറ്റ ക്യാൻ ബി അലൈൻഡ് ഇൻ ആൻ അറേ. Data can be arranged in a linked list. Data can be arranged as a tree structure, hierarchical structure. Data can be arranged as a graph. These are different data structures. Data structure BCA ki പഠിച്ചിട്ടുള്ളത്. So data structure നാഥ നമ്മൾ പഠിക്കുന്നത്, if it is array, similar type of data can be arranged consecutively
in adjacent locations, that is array. Okay, when do we need linked list? Linked list data structure will be used if it is not consecutive. If you want to place the data in anywhere we can use linked list, and according to the need of the customer, the memory can be elaborated. അതാണ് linked list എന്ന് പറയുന്നത്. Okay. പിന്നെ parent child relationship കാണിക്കാൻ വേണ്ടി we use tree data structure. So ഏത് data structure ആണെങ്കിലും we implement it using array or linked list. Okay. Now data structure ആണ് എന്ത് പറയുന്നത്? Logical relationship between the individual elements of the group of the data. So proper selection of the data structure is very important. Which data structure you need to select, അതാണ് അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്ക് സ്കെയിലാർ ഐറ്റം, വെക്ടർ ഐറ്റം അതൊക്കെ അറേ ആണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ദ വെക്ടർ ഐറ്റംസ് ആർ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ് എന്ന്, അതാണ് നമ്മുടെ അറേ ഞാനിപ്പോ പറഞ്ഞു ഈ സംഭവം. അപ്പൊ ചൂസിംഗ് ദ ഡേറ്റ സ്ട്രക്ചർ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് ഇൻ കേസ് ഓഫ് വൈൽ വി ഡു ദ ഡേറ്റ ഡിസൈൻ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് കംസ് ആർക്കിടെക്ചറൽ ഡിസൈൻ. ഓക്കെ, അപ്പം സോഫ്റ്റ്വെയർ ഡിസൈൻ ട്രാൻസ്ലേറ്റ്സ് യൂസർ റിക്വയർമെന്റ്സ് ഇൻ ടു workable software models. It's central to the software engineering process and quality assurance. It evolves from the high-level design to low-level code-aligned models, because low-level design is closer to our final code. Okay. Next, objectives: design data and understand data design principles. So we understood it now. Understand architectural and modular design. That's നമ്മൾ പഠിക്കാൻ പോകുന്നത്. It know the significance of computer interface, okay, user interface, mobility and design patterns. Okay, for data design, transform user requirements into logical data models. Data structure define the relationship or logical relationship between the elements in the group. Then it involves scalar, vector, linked list and hierarchical data. അത്രയാണ് പറഞ്ഞിരുന്നത്. Next, architectural design. Architectural design provides an overall organization of the program modules. നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് എത്ര മൊഡ്യൂൾ ഉണ്ടോ അതിന്റെ ഒരു ഓവറോൾ ഓർഗനൈസേഷൻ ആർക്കിടെക്ചർ ആണ് ആർക്കിടെക്ചർ ഡിസൈനിൽ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, ഇത് കണ്ടോ, അവർ പ്രോബ്ലം ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് മൊഡ്യൂൾസ് നൗ. S1 is solution, solution 2, solution 3, 4, 5, 6. Okay, so architectural design is to develop a model of software architecture which gives the overall organization of the program module in the സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ ഒരു മൊഡ്യൂളിന്റെ ആർക്കിടെക്ചർ, ഒരു മൊഡ്യൂളിന്റെ ഓർഗനൈസേഷൻ, അല്ലെ പല മൊഡ്യൂളിന്റെ ഓർഗനൈസേഷൻ, ഓവറോൾ ഓർഗനൈസേഷൻ ആണ് ആർക്കിടെക്ചർ ഡിസൈനിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് കണ്ടോ, ഇത് ഒരു പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് പോലെ നമുക്ക് ഇതിനെ കണക്കാക്കാം. S1, S2, S2 S3, S4, S3, S4 കണ്ടോ, S5 ഇങ്ങനെ. ആർക്കിടെക്ചർ ഡിസൈൻ ഡിഫൈൻസ് ദ ഓർഗനൈസേഷൻ ഓഫ് പ്രോഗ്രാം കമ്പോണന്റ്സ്. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് കമ്പോണന്റ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ. ഇപ്പൊ ഇവിടെ കണ്ടോ, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്ത് അക്കൗണ്ട് റിസീവബിൾ സിസ്റ്റം ഉണ്ട്, ഫിക്സഡ് അസറ്റ് ഉണ്ട്, സൺഡ്രൈ ഡെപ്റ്റേഴ്സ് ഉണ്ട്. ഇതിങ്ങനെ ചുമ്മാ ഒരു ഇത് കാണിച്ചിരിക്കുക, ആർക്കിടെക്ചർ ഓഫ് എ ഫിനാൻഷ്യൽ അക്കൗണ്ട് സിസ്റ്റം. ഒരു മൊഡ്യൂള് അല്ലെ പല മൊഡ്യൂൾസിന് ഓർഗനൈസേഷൻ എങ്ങനെയാണെന്നുള്ള കാണിച്ചിരിക്കുക. ഈ മൂന്ന് സംഭവം എന്തിൽ വരുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ട് മാനേജ്മെന്റ് സിസ്റ്റം. ഒരു ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം, ബുക്ക് ഇഷ്യൂ, പിന്നെ ബുക്ക് പർച്ചേസ്, പിന്നെ സ്റ്റോക്ക് ഓഫ് ദ ബുക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്ന, അല്ലെങ്കിൽ ഓതേഴ്സ്, അങ്ങനെ എല്ലാം കൂടെ വരുന്നതാണ് ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം. അപ്പോൾ ദ ഒബ്ജക്റ്റീവ് ഓഫ് ആർക്കിടെക്ചറൽ ഡിസൈൻ എന്തിനാണ്? ടു കൺട്രോൾ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മോഡ്യൂൾസ്. One module may control another module or may be controlled by another module. These characteristics are defined by fan in and fan out of a particular model. So it is represented like this is represented like a tree structure. Fan in എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? Fan in എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the number of components which controls a component is called fan in. Okay, ഇപ്പൊ fan in and fan out ആണ്. Fan in എന്ന് പറഞ്ഞാൽ S0 is S0, the number of components that which controls a set component is called fan in. ഇവിടെ കണ്ടോ, S0 controls S1, S2 and S5. ഓക്കെ, അപ്പം ഇതിന്റെ ഫാൻ ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ഓക്കെ, S2 is controlled by S1 and S5. അപ്പൊ ഫാൻ ഇൻ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ് ഇവിടെ. അപ്പൊ S2ന്റെ ഫാൻ ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S2 is controlled by S1 and S5. Okay, S0 controls S1, S2 and S5.
അപ്പൊ ഫാൻ ഇൻ ആൻഡ് ഫാൻ ഔട്ട് ആണ് ഈ മൊഡ്യൂൾസ്, ഇന്റർഡിപെൻഡൻസ് ഓഫ് ദ മൊഡ്യൂൾസ് പറയുന്നത്. ഓക്കെ, അപ്പൊ മൊഡ്യൂൾസിന്റെ ഇന്റർഡിപെൻഡൻസിനെയും ഡിപെൻഡൻസിനെയും പറ്റിയൊക്കെ അടുത്ത സെക്ഷനിൽ പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഇത് മോഡുലാർ സ്ട്രക്ചർ ആണെന്ന് മനസ്സിലാക്കുക. ഓവറോൾ ഓർഗനൈസേഷന് വേണ്ടിയാണ് ആർക്കിടെക്ചർ. ദെൻ ഫാൻ ഇൻ ഫാൻ ഔട്ട് പറഞ്ഞു. പിന്നെ പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ട്രീ ലേക്ക് സ്ട്രക്ചർ ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. ഓക്കെ, സോ ദിസ് ഗീവ്സ്, സോ ഇങ്ങനെ കാണിക്കുന്ന എന്താണ്, ഹൈ ലെവൽ സിസ്റ്റം ആണ്, ഹോളിസ്റ്റിക് വ്യൂ ഓഫ് ദ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ആണ് നമ്മൾ ആർക്കിടെക്ചർ ഡിസൈനിലേക്ക് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മോഡുലാർ ഡിസൈൻ. ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഈ പറയുന്ന ഈ ടോപ്പിക്. മോഡുലാർ ഡിസൈൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, മോഡുലാർ ഡിസൈൻ facilitates the future maintenance of the software because it is divided into independent, named and addressable component called modules. Divide and conquer ആണ്. ഓക്കെ, എന്നിട്ട് ഇത് നമ്മൾ ഈ പറയുന്ന ഇൻഡിവിജ്വൽ മോഡ്യൂൾസിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇറ്റ് എൻകറേജസ് പാരലൽ ഡെവലപ്മെന്റ് ദാറ്റ് സേവ്സ് ടൈം ആൻഡ് കോസ്റ്റ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ മോഡുലാർ ഡിസൈൻ ആയിട്ട് ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്താന്നുള്ളത് കുറച്ച് മുന്നേ പറഞ്ഞ. ഓക്കെ, സോ പിന്നെ നമ്പർ ഓഫ് മൊഡ്യൂൾസ് കൂടുന്നതനുസരിച്ച് കോസ്റ്റ് ഓഫ് ദ സമയം ലാഭിക്കാം എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇറ്റ് മേ ഇൻക്രീസ് ദ കോസ്റ്റ്. ഓക്കെ, ഇറ്റ് മേ ഇൻക്രീസ് ദ കോസ്റ്റ്. During designing of the software, one must keep a balance between the number of modules and integration cost. Okay, more number of modules make the software product more manageable and maintainable at the same time. As the number of modules increase, the cost of integrating the modules also increase. So, നമ്മൾ ഈ മൊഡ്യൂൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രോബ്ലം ചെറുതാക്കാൻ, അല്ലെ പാരലലി മൾട്ടിപ്പിൾ ടീംസ് ഈ ഓരോ മൊഡ്യൂളിലേക്കും ഫോക്കസ് ചെയ്തുകൊണ്ട് ബെറ്റർ ആയിട്ടൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടൊരു സൊല്യൂഷൻ കിട്ടുക. ഇതൊക്കെ ഇതിന് അഡ്വാൻറ്റേജ് ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന മൊഡ്യൂൾസിനെ എല്ലാം മാനേജ് ചെയ്യാനുള്ള കോസ്റ്റ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള കോസ്റ്റ് ഹൈ ആയിരിക്കും. ഓക്കെ, സോ 3 types. A module are generally activated by a reference. അപ്പൊ ഈ റെഫറൻസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ സി പ്രോഗ്രാമിംഗ് കണ്ടിട്ടുണ്ട്. മോഡുലാർ പ്രോഗ്രാമിംഗ് ആണ് സി. ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു മൊഡ്യൂള് ഒരു ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലോക്കിനെ പ്രോഗ്രാമിനകത്ത് നിന്നുകൊണ്ട് വിളിക്കും, ഫംഗ്ഷനെ കോൾ ചെയ്യും. സോ ഇറ്റ് ഈസ് ദെൻ ഓൺലി ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ് ബൈ ദ പ്രോഗ്രാം. സോ ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ് ബൈ എ റെഫറൻസ്. ഓക്കെ, ത്രൂ an external system interrupt. Activation starts the life of a module. If you write a function call add, and in the function definition we have c equals a plus b print c or printf c. So in that, if that code or if we have n lines in that block, it will be activated by an external interrupt or by a reference. That is called a function call. Okay, a module can be classified 3 types depending upon the activation mechanism. So 3 രീതിയിലുണ്ട്. ഇൻക്രിമെന്റൽ മൊഡ്യൂൾ ഉണ്ട്, സീക്വൻഷ്യൽ മൊഡ്യൂൾ ഉണ്ട്, പാരലൽ മൊഡ്യൂൾ ഉണ്ട്. ഇൻക്രിമെന്റൽ മൊഡ്യൂൾ മീൻസ് എൻഹാൻസ് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. ഓക്കെ, it is activated by an interrupt, okay, and can be interrupted by another interrupt during the execution prior to completion. അതായത് ഇത് തീരുന്നതിന് മുന്നേ തന്നെ it can be activated by other interrupts, okay, enhanced by other interrupt before its completion. സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ ഔട്ട്പുട്ട് മറ്റതിന്റെ ഇൻപുട്ട് ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. It is a module that is referenced by another module and without interruption of any external software. Okay, parallel module vanna run in parallel. It will run in parallel with other modules. Okay. Okay, ini sequential module in agathe ipo namukku nokam. Modularity is actually good for the software quality, but independence between the various modules are even better for software quality and manageability. Appo ഇൻഡിപെൻഡൻസിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്റർഡിപെൻഡൻസും ഇൻഡിപെൻഡൻസും പറഞ്ഞു. ഇൻഡിപെൻഡൻസ് മെഷർ ചെയ്യുന്ന 2 പാരാമീറ്റേഴ്സ് ആണ് കൊഹിഷൻ ആൻഡ് കപ്ലിംഗ്. ഓക്കെ, അപ്പൊ കൊഹിഷൻ എന്നാണ്, കപ്ലിംഗ് എന്നാണ്. അപ്പൊ കൊഹിഷൻ ആക്ച്വലി ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹൈ കൊഹിഷൻ ഈസ് ഡിസൈറബിൾ. ഹൈ കൊഹിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോളുക, ഇന്റർഡിപെൻഡൻസ് ഇൻസൈഡ് ദ മൊഡ്യൂൾ എലമെന്റ്സ്. ഒരു മൊഡ്യൂളിനകത്തെ എലമെന്റ്സിന്റെ അടുപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇന്റർഡിപെൻഡൻസ് കൂടുതലായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാല് ഇറ്റ് ഈസ് എ മെഷർ, കൊഹിഷൻ ഈസ് എ മെഷർ ഓഫ് ഫങ്ഷണൽ സ്ട്രെങ്ത് ഓഫ് എ സോഫ്റ്റ്വെയർ മൊഡ്യൂൾ.
This is the different degree of interaction between the statements in a module. ഇപ്പൊ നമ്മളൊരു ഫാമിലി എടുത്തു കഴിഞ്ഞാൽ ആ ഫാമിലിക്കകത്തുള്ള മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ബോണ്ട് ഓഫ് ദ ഫാമിലി ഈസ് ഹൈ, സ്ട്രെങ്ത് ഓഫ് ദ ഫാമിലി ഈസ് ഹൈ. അതുമാതിരി പക്ഷെ അതിനകത്ത് വിള്ളൽ ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോ വേണമെന്നുണ്ടെങ്കിലും സ്പ്ലിറ്റ് ആയി പോകും. അണ്ടർസ്റ്റുഡ്? അപ്പൊ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. കൊഹിഷൻ മീൻസ് എലമെന്റ്സ് വിത്തിൻ ദ മൊഡ്യൂൾ should have strong relationship. Okay, that represents, that is, it is a function, it is a module, it is a block. That block strength depends upon the elements within that module. That is why high cohesion is appreciable. So highly cohesion gives better quality of the software product. Okay, so it needs little interaction with external module. അപ്പൊ കണ്ടോ, എക്സ്റ്റേണൽ മൊഡ്യൂളുമായിട്ട് ലെസ് ഇന്ററാക്ഷൻ. അതായത് ഈ പറയുന്ന ഫാമിലി പുറത്തുള്ള ആൾക്കാരുമായിട്ട് ഇപ്പൊ മറ്റു ഫാമിലിയുമായിട്ട് ഒരു ഭയങ്കരമായ ഇന്ററാക്ഷന് പോവുകയാണെന്ന് വെച്ചോ. സോ അവരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ പറയാണ് നമ്മൾ വേറൊരു വീട്ടിൽ പോയി കുറെ നേരം ഇരുന്ന് കഴിയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവത്തില്ല. അതേപോലെ നമ്മുടെ ഫാമിലിയില്, ഞാൻ ചുമ്മാ കുറച്ച് എക്സാമ്പിൾ ആയിട്ടൊക്കെ പറയുന്നതേ ഉള്ളൂ കേട്ടോ, ഇത് ഈ കൊഹിഷനും കപ്ലിങ്ങും തിരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി. ഓക്കെ, ഇപ്പൊ നമ്മളൊരു സൊസൈറ്റി ജീവിക്കുന്നു, ഓഫ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരുടെ സപ്പോർട്ട് നമുക്ക് നല്ലതാണ്, അല്ലെ ഇന്ററാക്ഷൻ നല്ലതാണ്. പക്ഷെ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, അതൊരു ഗ്യാപ്പിന് ഇടയാകും. അണ്ടർസ്റ്റുഡ്? സോ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇന്റർ ഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ ദ മൊഡ്യൂൾസ് ആണ്. ഒരു മൊഡ്യൂൾ വേറൊരു മൊഡ്യൂളിനെ തമ്മിലുള്ള ഒരു അടുപ്പ്, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്താ ഇന്റർ ഡിപ്പെൻഡൻസ് ഇൻ ബിറ്റ്വീൻ ദ മൊഡ്യൂൾസ്. ഓക്കെ, അപ്പൊ അതാണ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ലോ കപ്ലിംഗ് മതി, ഹൈ കപ്ലിംഗ് വേണ്ട. അപ്പൊ ലോ കപ്ലിംഗ് ആൻഡ് ഹൈ കൊഹിഷൻ ഈസ് എന്താണ്? ഹൈ കൊഹിഷൻ ഈസ് ഡിസൈറബിൾ, ലോ കപ്ലിംഗ് ഈസ് ഡിസൈറബിൾ. So coupling is a measure of interdependence between the modules. This is a measure of degree of interaction between the module, their interrelationship. Highly cohesive modules are desirable. Okay, highly cohesive modules are desirable, but high coupling is undesirable. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Okay. So cohesion measure functional relationship of elements in a module. Cohesion tells us how efficiently we have positioned our system to modules. How efficiently. പടത്തിലുണ്ട് low cohesion, high cohesion. Low cohesion is undesirable, high cohesion is desirable. Okay. ഇനി cohesionന്റെ different types ആണ്, very important. ഇത് bad to best ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Coincidental cohesion, logical, procedural, communication, sequential, functional. Okay. Functional എന്ന് പറഞ്ഞാൽ എന്താ? Modules contain elements that perform exactly one function. Sequential എന്താണ്? Output from one element is input to some other element in the module. Okay. അപ്പൊ cohesionന്റെ different types പഠിക്കുക. അതിനകത്ത് എന്തെങ്കിലും ഇച്ചിരി പോയിന്റ് എഴുതി വെക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഇപ്പൊ കാര്യം മെയിൻ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അത് എന്താന്നുള്ളത് പറഞ്ഞായിരുന്നു. മൊഡ്യൂൾ ഇന്ററാക്ട്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് അനദർ മൊഡ്യൂൾ ടു പെർഫോം എ സർട്ടൻ ടാസ്ക്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വേറൊരു മൊഡ്യൂളിന്റെ സഹായം വേണം. അപ്പൊ ഒരിക്കലും തീരത്തില്ല. മറ്റേ മൊഡ്യൂൾ ക്രാഷ് ആയി പോയി കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ എങ്ങനെ പണി തീർക്കും? അണ്ടർസ്റ്റുഡ്? So tightly coupled is undesirable, loosely coupled is desirable. So coupling from best to worst കൊടുത്തിരിക്കുന്നു. Best to data coupling, stamp coupling, control coupling, external, common, content coupling. So which one is best coupling? Data coupling. Which is worst? Content coupling. One module modifies the data of another module. അതാണ് content coupling. അത് worst ആണ്. മനസ്സിലായോ? വേറൊരു മൊഡ്യൂളിന്റെ കണ്ടന്റ് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാണ്ടാവത്തില്ലേ? സോ അതാണ് കണ്ടന്റ് കപ്ലിംഗ്. സോ കപ്ലിംഗ് ആൻഡ് കോഹിഷൻ ആർ ഇൻ കോൺട്രാസ്റ്റ് ടു ഈച്ച് അതർ. സോ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഹൈ കപ്ലിംഗ്, റിപ്പിൾ എഫക്ട്, ഡിഫിക്കൽട്ട് ടു റീയൂസ്, ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫംഗ്ഷൻ ഓഫ് മൊഡ്യൂൾ ഇൻ ഐസൊലേഷൻ.
ഇതൊരു എക്സാമ്പിൾ ആണ്. ഹൈ കൊഹിഷൻ ആൻഡ് ലൂസ്ലി കപ്പിൾഡ്. കൊഹിഷൻ എന്ന് പറയുമ്പോൾ ഉണ്ടോ ഓരോ ബ്ലോക്ക് കണ്ടോ, സ്ക്വയർ, വേറൊരു പാരലോഗ്രാം, ട്രയാങ്കിൾ ഉണ്ട്, പിന്നെ ഒരു പാരലോഗ്രാം ഉണ്ട്. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുക. ഇന്റർ ഡിപ്പെൻഡൻസി ഇല്ല. മൊഡ്യൂളിനകത്തുള്ള ഡിപ്പെൻഡൻസ് ആണ് അവിടെ പറയുന്നത്. ലോ കൊഹിസീവ് കണ്ടോ, മുട്ടിച്ച് വെച്ചേക്കുന്നുണ്ട്, ഇന്റർസെക്ഷൻ ഉണ്ട്. അപ്പൊ അതാണ് സംഭവം. ഇനി നെക്സ്റ്റ് ഇന്റർഫേസ് ഡിസൈൻ. ഇന്റർഫേസ് ഡിസൈനകത്ത് ഒന്നുമില്ല. ഇന്റർഫേസ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ യൂസർ ഇന്റർഫേസ്. അപ്പൊ നമുക്ക് ഈ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവർക്ക് ഈ പറയുന്ന പോലെ ഐഫോൺ ഉപയോഗിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അത് ഇന്റർഫേസിന്റെ വ്യത്യാസം കൊണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ചിലപ്പോൾ തോന്നും ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവർക്ക് എന്നാ പറയുന്നത് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്യും. ഐഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ അത് പരിചിതമാകുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ആൻഡ്രോയിഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അത് ബുദ്ധിമുട്ട്. അതാണ് ഇന്റർഫേസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്റർഫേസ് ഡിസൈൻ ഡീൽസ് വിത്ത് ദ പേഴ്സണൽ ഇഷ്യൂസ് ഓഫ് ദ സോഫ്റ്റ്വെയർ. അപ്പോൾ എന്നാ ചെയ്യുന്ന വെച്ചാൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ട് ഈ പറയുന്ന റിക്വയർമെന്റ് ഉള്ള കസ്റ്റമർ അല്ലെ യൂസറിന് അതിനൊരു ട്രെയിനിങ് കൊടുത്ത് അത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വരരുത്. ഓക്കെ, so user interaction with the system take place through the various interfaces provided by the software. So ആ ഇന്റർഫേസ് യൂസറിന് കൺവീനിയന്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ളതായിരിക്കും. അതേ ഉള്ളൂ അതിനകത്ത് പറയുന്നത്, വേറെ കാര്യമൊന്നുമില്ല. So we can use multiple graphical user interface tools for the easy navigation and interactive for the user to perform different tasks. So this overall process of design leads to the translation of design model to user model. Okay, so human computer HCI, human computer interface design goal is to discover the most efficient way to design interfaces for human interaction and understandable electronic message. മനുഷ്യന് മനസ്സിലാവണം, അത്രേ ഉള്ളൂ. It establishes a user model of the overall system. Consistent ആയിരിക്കണം. Enable expert user to use shortcuts, informative feedback, error prevention and handling common error, reversal of action, reduce effort of memorization by the user, relevance, screen size, minimize data input action, help, ഇതൊക്കെ വേണം. ഓക്കെ, ആ ചാപ്റ്റർ അത്രേ ഉള്ളൂ. നമ്മള് കുറച്ച് ഒരു പകുതി കഴിയുമ്പോഴത്തേക്കിന് നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് കാണും. ഓക്കെ, സോ ഇതൊന്നും ഞാൻ വീണ്ടും പറയുന്നില്ല. സ്ലൈഡിനകത്ത് ഇതൊക്കെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൈ കോഹിഷൻ ആൻഡ് പ്രൊമോട്ട്സ് പാരലൽ ഡെവലപ്മെന്റ് ആൻഡ് ഈസിയർ മെയിൻ്റെനൻസ്, കോഹിഷൻ ആൻഡ് കപ്ലിംഗ്, ടൈപ്സ് ഓഫ് കോഹിഷൻ, കോഇൻസിഡന്റൽ ടു ഫങ്ഷണൽ. ഓക്കെ, types of cohesion, coincidental to functional. Types of coupling, data to the content. Best is data coupling, worst is content coupling. Okay, interface design, error handling, navigation, consistency, feedback, ഇതെല്ലാം ഉണ്ടായിരിക്കണം. Aim to make computing accessible to all users. It support novice to expert user with varied interface. ഇപ്പം സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റണം, എക്സ്പേർട്ട് യൂസറിന് ഉപയോഗിക്കാൻ പറ്റണം. ഓക്കെ, entire user journey beyond UI, UX, user experience, impact, user satisfaction, productivity and retention. Good user interface contribute to greater user experience. Okay. പിന്നെ മൊബിലിറ്റി, അതായത് നമുക്കിത് പല OS-ൽ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആയിരുന്നാൽ കൊള്ളാം. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആയിരുന്നാൽ ഇറ്റ് ഈസ് ഗുഡ്. ഇത്രേ ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ചാപ്റ്റർ ഓക്കെ, അടുത്തത് സോഫ്റ്റ്വെയർ ക്വാളിറ്റി ആൻഡ് സെക്യൂരിറ്റി. അപ്പൊ ക്വാളിറ്റി മെഷർ ചെയ്യുന്ന സംഭവമാണ് മെട്രിക്, സോഫ്റ്റ്വെയർ മെട്രിക്സ് എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇതിനകത്ത്
ഓക്കെ. അപ്പൊ ക്വാളിറ്റി സോഫ്റ്റ്വെയറിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യണം. അപ്പൊ സോഫ്റ്റ്വെയർ ക്വാളിറ്റി മെഷർ ചെയ്ത് സോഫ്റ്റ്വെയർ ക്വാളിറ്റി ശരിക്കും പറഞ്ഞാൽ ഡിപ്പെൻസ് അപ്പോ എങ്ങനെയാ അറിയുന്നതെന്ന് ചോദിച്ചാല് മീൻ ടൈം ടു ഫെയിലുവർ. അതായത് ഇപ്പൊ നമ്മൾ പറയുന്ന വെച്ചാൽ നമുക്കൊരു ഇത്ര ടൈം പീരീഡ് തരും, ആ ടൈം പീരീഡിനുള്ളിൽ എത്ര തവണ ഈ സിസ്റ്റം ക്രാഷ് ആയി, അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ക്രാഷ് ആയി, അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നില്ല. സോ അത് സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ സോഫ്റ്റ്വെയറിന്റെ ഡിസൈൻ ഫേസ് നല്ല അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഫക്ട് ചെയ്യും. പിന്നെ ഈ സോഫ്റ്റ്വെയർ ക്വാളിറ്റി അസസ് ചെയ്യാൻ വേണ്ടി വി ഹാവ് ഫോർമൽ ടെക്നിക്കൽ റിവ്യൂ, അതായത് ഒരു റിവ്യൂ നടത്തും. ഇപ്പൊ നമ്മള് ഒരു സംഭവത്തിന് ഇപ്പൊ നമ്മള് റിവ്യൂ, ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്റ്റാൻഡേർഡ്, അതായത് കേപ്പബിലിറ്റി മച്യൂരിറ്റി മോഡൽ നമ്മൾ പഠിച്ചായിരുന്നു, ലെവൽസ് ഇൻ CL കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. അതായത് നമ്മള് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്ന, അപ്പൊ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, ലെവൽ 2 ആണെങ്കിൽ, ലെവൽ 3 ആണെന്നുണ്ടെങ്കിൽ, അപ്പൊ ലെവൽ 2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുത്ത ആൾക്കാർ നിന്നാണ് ചെയ്യുന്നത്. ലെവൽ 3 ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ, ലെവൽ 4 കുറച്ചുകൂടെ ബെറ്റർ, ലെവൽ 5 പെർഫെക്റ്റ്. അപ്പൊ അങ്ങനെ കുറച്ച് ലെവൽസ് പഠിച്ചായിരുന്നു. അപ്പൊ അത് സ്റ്റാൻഡേർഡിന് ഇമ്പാക്ട് ചെയ്യും. ഓക്കെ. ദെൻ സോഫ്റ്റ്വെയർ റിലയബിലിറ്റി എന്ന് പറഞ്ഞതാണ് എത്രമാത്രം നമ്മുടെ സോഫ്റ്റ്വെയർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നു, റിലയബിൾ ആണ് എന്നുള്ളതാണ്. ഫെയിലുവർ കുറവുള്ള സംഭവം, അതാണ് സോഫ്റ്റ്വെയർ റിലയബിലിറ്റി. ഓക്കെ. സോഫ്റ്റ്വെയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അറ്റൈൻ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള സംഭവം. സെക്യൂരിറ്റി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആണ്. എത്രമാത്രം സെക്യൂർ ആണ് ഈ സോഫ്റ്റ്വെയർ. ഓക്കെ. അത് എന്തൊക്കെ മെഷേഴ്സ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, അതൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. ഓക്കെ. സോ objective of the software quality assurance process provide high quality software that meets customer requirements through a process of applying various procedures and standards. Okay. So software developed, the resultant software developed should be secure. ഇതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. Okay. So software quality ആണ് a set of procedures and standards should be applied for the betterment of the software. It should meet the customer requirements. Following these standards, then the developed software should be secure. ഇതാണ് moral of the story ശരിക്കും പറഞ്ഞാൽ. So given set of standards ഉണ്ടോ നോക്കും. എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റഡ് ഫങ്ഷണൽ, അതായത് ഇപ്പൊ ഒരു സോഫ്റ്റ്വെയറിനകത്ത് ഇപ്പം കസ്റ്റമർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ഓക്കെ. അതാണ് എക്സ്പ്ലിസിറ്റ്ലി റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാല് ബൈ ഡിഫോൾട്ട് ഇത് ചെയ്തു വരുമ്പോഴേ എന്നാ പറയുന്നത്, ആ ഒരു സ്റ്റാൻഡേർഡ് which are not stated explicitly but are intended. അതായത് നമ്മൾ ചെയ്യുമ്പോ അങ്ങനെ ചെയ്യൂ ആ സംഭവമാണ് ഇംപ്ലിസിറ്റ്. എക്സ്പ്ലിസിറ്റ് പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ പറയണം, ഞാൻ ഡെവലപ്പ് ചെയ്യുന്ന ഈ സംഭവത്തിന് ഇന്ന സാധനങ്ങളൊക്കെ വേണം, ഇതാവണം. സോ എക്സ്പ്ലിസിറ്റ് റിക്വയർമെന്റും ഉണ്ട്, ഇംപ്ലിസിറ്റ് റിക്വയർമെന്റും ഉണ്ട്. സോ സോഫ്റ്റ്വെയർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് അറ്റൈൻ ബോത്ത് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് ഫങ്ഷണൽ റിക്വയർമെന്റ്. ഓക്കെ. സോ it should be reasonably bug free, okay, delivered on time and within the budget. It should meet the requirement and it should be maintainable. Okay. Good quality software should satisfy both explicit and implicit requirements. Okay. Attributes of quality ഉണ്ടാകുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെ? ഓക്കെ. ഓഡിറ്റബിലിറ്റി. എന്നായാലും നമ്മളൊരു ഇതുണ്ടെങ്കിൽ നമ്മൾ ഓഡിറ്റിന് ഇപ്പൊ ബാങ്കിലൊക്കെ ഓഡിറ്റ് വരുന്ന എന്തിനാ ശരിക്കും പറഞ്ഞാൽ, അവിടെ നടന്ന ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾ എല്ലാത്തിന്റെയും ഒരു ട്രസ്റ്റ് വർത്തിനെസ് അത് നോക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓഡിറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അതായത് അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏത് ലെവലിലാണോ ഏത് സ്റ്റാൻഡേർഡിലാണോ നിൽക്കുന്നത് അതുമായിട്ട് എന്ത് ചെയ്യും, മാച്ച് ചെയ്യും. ഓക്കെ. ഇപ്പൊ ഫുഡ് പ്രോസസിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഫുഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് അവരെന്താ ചെയ്യുന്നത്, അവര് പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ഇത് ഈ പറയുന്ന ഐറ്റം മീറ്റ് ചെയ്യുന്നു ഇല്ലയോ എന്നുള്ളത് നോക്കും. അതാണ് സംഭവം.
ഓഡിറ്റബിലിറ്റി, കോമ്പാറ്റബിൾ ആണോ, കംപ്ലീറ്റ്നെസ്, കൺസിസ്റ്റൻസി, കറക്റ്റ്നെസ്, ഫീസിബിലിറ്റി, മോഡുലാരിറ്റി, പ്രെഡിക്റ്റബിലിറ്റി, റോബസ്റ്റ്നെസ്, സ്ട്രക്ചേർഡ്നെസ്, ടെസ്റ്റബിലിറ്റി, ട്രേസബിലിറ്റി, അണ്ടർസ്റ്റാൻഡബിലിറ്റി. ഓക്കെ, സോ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു സോഫ്റ്റ്വെയറിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്ന മാറ്റേഴ്സ്. ഓക്കെ, അപ്പൊ അത് കുറെയൊക്കെ നോക്കി ഓർത്ത് വെച്ച് ഇരുന്നിട്ട് അങ്ങോട്ട് എഴുതുക. ഓക്കെ, നെക്സ്റ്റ്, കോസസ് ഓഫ് എറർ ഇൻ സോഫ്റ്റ്വെയർ, എറർ ഇൻ ലോജിക്, ഇൻകംപ്ലീറ്റ് ടെസ്റ്റിംഗ്, ഇൻഅക്യുറേറ്റ് ഡോക്യുമെന്റേഷൻ, ഇതെല്ലാം ഇതിന്റെ ഓപ്പോസിറ്റ് അങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ, so software quality is a set of characteristics that can be measured in all phases of the software. We learn software development life cycle. So in all the life cycle phases, നമുക്ക് എന്ത് ചെയ്യണം, ഈ ക്വാളിറ്റി അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ in that number of design change, number of error, number of bugs during the different stages of testing, reliability metrics. It measures the mean time to failure, MTTF. That is the probability of failure during a particular interval of time. ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ എത്ര പ്രാവശ്യം ഫെയിൽ ആയി. ഓക്കെ, സോ മെയിൻറ്റനബിലിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലക്സിറ്റി മെട്രിക്സ് ആർ യൂസ് ടു ഡിറ്റർമിൻ ദ മെയിൻറ്റനബിലിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ. അതായത് എത്ര പ്രാവശ്യം ഇത് റിപ്പയർ ചെയ്തു. ഓക്കെ, ദ കോംപ്ലക്സിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ ക്യാൻ ബി മെഷേർഡ് ഫ്രം ഇറ്റ് കൺട്രോൾ ഫ്ലോ. അപ്പൊ കോംപ്ലക്സിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സംഭവമുണ്ട്, സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി എന്ന് പറയും. ഓക്കെ, സോ സപ്പോസ് അവർ മൊഡ്യൂൾ ഈസ് റെപ്രസെന്റഡ് ആസ് എ നോഡ്. ഓക്കെ, അല്ലെ, ഒരു പ്രോഗ്രാം സെഗ്മെന്റ് ആണ് ഒരു നോഡ് എന്ന് പറയുന്നത്, ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോ ഈ കൺട്രോൾ ഫ്ലോ ഇതിന്റെ കോംപ്ലക്സിറ്റി എങ്ങനെയാ മെഷർ ചെയ്യുന്നത് വെച്ചാൽ, സോ മെയിൻറ്റനബിലിറ്റി മെട്രിക്സ് ഇസ് ഡിപെൻഡന്റ് അപ്പോൺ ദ കോംപ്ലക്സിറ്റി ബൈ മെഷറിംഗ് ദ കോംപ്ലക്സിറ്റി മെട്രിക്. സോ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇഫ് യു റെപ്രസെന്റ് എ പ്രോഗ്രാം മെട്രിക് ലൈക്ക് ദിസ്, okay, a tree structure or a graph structure, not tree structure, it is actually a graph. What is the difference between tree and a graph? A tree cannot be a cycle, a graph can have cycles. So cyclomatic complexity kandupidikan equation undu, V of G equal to E minus N plus 2. So V of G is equal to cyclomatic complexity of the program. So cyclomatic complexity is needed for measuring the quality of the software. So ഇത് E എന്ന് പറയുന്ന നമ്പർ ഓഫ് എഡ്ജസ്, N നമ്പർ ഓഫ് നോട്ട്സ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു ഗ്രാഫ് ആണെങ്കിൽ 1 2 3 4 5 എഡ്ജ് ഉണ്ട്. 5 minus 2, 1 2 3 4 1 2 3 4 5 edges, 4 nodes. 5 minus 4 1 plus 2 3 ആണ് ഇതിന്റെ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി. ഓക്കെ, so applying the above equation, we will get it to be 3. So cyclomatic complexity has been related to the programming effort, maintenance effort and debugging effort. So ഈ 3 കാര്യങ്ങളാണ് cyclomatic complexity measure ചെയ്തു തരുന്നത്. Okay, although the cyclomatic complexity measures the program complexity, it fails to measure the complexity of a program without multiple conditions. Okay, so important parameters of measurement of software quality, ഇത് നോക്കുക, to the extent it satisfies user requirement, use of specific standards, implicit requirements which are not stated by the user but are essential for the quality of the software. അപ്പൊ ഇതാണ് important parameters of the software quality. The software quality measure ചെയ്യുന്നത് MTTF-ഉം സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ഒക്കെ വെച്ചിട്ടാണ്. അപ്പം സോഫ്റ്റ്വെയർ ക്വാളിറ്റിയുടെ മെയിൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് യൂസർ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ്, ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്, ഏത് ടൂളാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പിന്നെ ഇംപ്ലിസിറ്റ് റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് മെയിൻ വേറൊന്ന്. ഓക്കെ, സോ സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ്. ഓക്കെ, അഷുറൻസ് എന്ന് പറഞ്ഞാൽ ഉറപ്പ് അല്ലേ. It is to develop high quality software product. The aim of SQA is actually to develop a high quality software. So must ആയിട്ടും high quality software develop ചെയ്യണം. So for that we need reviewing and auditing process. അതിന് നമ്മൾ റിവ്യൂ ആൻഡ് ഓഡിറ്റ് നടത്തണം. സാധാരണ ഒരു പ്രൊജക്ട് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കിനും ഓൾറെഡി ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് ആൾക്കാരൊക്കെ ഇരുന്നിട്ട് ഒരു
പവർ പോയിന്റ് ഒക്കെ കാണിച്ചിട്ട് ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് നടക്കും. അതിന്റെ റിവ്യൂ നടക്കും. ആൾക്കാർ അതിന്റെ കുറെ അഭിപ്രായങ്ങൾ പറയും, അതിനനുസരിച്ച് കറക്ഷൻസ് വരുത്തും. ദെൻ ആഫ്റ്റർ ദാറ്റ് ഓഡിറ്റിംഗ്, ഒരു സാമ്പിൾ ഓഡിറ്റിംഗ് നടക്കും. വിത്തിൻ ദ ഓർഗനൈസേഷൻ ഒരു സാമ്പിളിംഗ് ഓഡിറ്റിംഗ് നടക്കും. അതിനകത്ത് കുറച്ച് ടെക്നിക്കൽ എക്സ്പേർട്സ് ഒക്കെ വന്നിട്ട് കുറെ ഇതൊക്കെ പറയും. സോ ദെൻ ആഫ്റ്റർ ദാറ്റ് ഈ ഓഡിറ്റിംഗ് ടീം വരുന്നു. പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഇതിനെ പറ്റി അസസ് ചെയ്യും, സ്റ്റാൻഡേർഡ്സുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. സോ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് കിട്ടാനായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ചിലപ്പം ഈ പറയുന്ന പോലെ ഈ കസ്റ്റമറിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഒരു റിവ്യൂ നടത്തും. സോ ദാറ്റ് കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ ഇതിലെ ഒരു ഇമ്പോർട്ടന്റ് പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ പറയുന്ന നോക്കിക്കോണം, സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് ഇൻവോൾവ്സ് reviewing and auditing the software product throughout the development life cycle to verify that they conform to the explicit requirement and implicit requirements such as applicable procedure and standards. Okay, ഈ പറഞ്ഞ ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തും. Compliance with agreed upon standards and the procedure is evaluated through process monitoring, product evaluation and audit. ഇതൊക്കെ നടക്കും. ഇനി സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്ലാൻഡ്, കോർഡിനേറ്റഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആക്ഷൻ necessary to provide adequate confidence that the software product conforms to established technical requirement. So it is a planned, coordinated, systematic that is necessary for the assured, super quality assured software. Okay, further, it is a set of activities designed to evaluate the process by which the software is developed or maintained. Above, the process of software quality assurance defines the requirement of the software control system, reviews it, define the process for measuring and analyzing the defects. Okay. അപ്പൊ ഇതിനകത്ത് ആ ക്വാളിറ്റി അഷുറൻസിലുള്ള ആൾക്കാരാണ് ആരൊക്കെയാണ്? സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് കാണും, പ്രൊജക്ട് മാനേജേഴ്സ് കാണാം, കസ്റ്റമർ കാണാം, പിന്നെ ടീം വരും, സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് ടീം കാണും. ഓക്കെ, ഇപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്താ ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് ഗ്രൂപ്പ് എന്താ ചെയ്യുന്നത്? They assess the software engineer in developing high quality software product. They plan quality assurance activity and report the results of the review. റിവ്യൂ കഴിഞ്ഞിട്ട് ഇവര് ഒരു റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ടിനകത്ത് നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്തോരം ഉണ്ട്, ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നു, എന്തൊക്കെ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് ഗ്രൂപ്പ് ഡിസൈഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഫോർമൽ ടെക്നിക്കൽ റിവ്യൂ. ഓക്കെ, അപ്പം so SQA has activities to ensure software meets the requirement, produce high quality secure software, covers entire software engineering life cycle. Okay, it understands the software quality and quality assurance, learn formal technical review, study software reliability and quality standards, understand the basics of security engineering. Software quality defined as a conformance to functional and performance requirements, includes both explicit and implicit requirements. Quality is a subjective and varies by the customer. Okay, attributes എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? auditability, compatibility, completeness, consistency, correctness, feasibility, modularity, predictability, robustness, structuredness, testability, traceability, understandability, verifiability. Software quality metrics എന്ന് പറഞ്ഞാൽ defect metrics ഉണ്ട്, mean time to failure ഉണ്ട്, maintainability by cyclomatic complexity and information flow. We know how to describe all those things. Next, it is a planned coordinated action to ensure software meets requirements. It includes process monitoring, audit and defect analysis. It is involved by engineer, manager, quality assurance group. അടുത്തത് formal technical review. Okay, so formal technical review എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പൊ ഫോർമൽ ടെക്നിക്കൽ പേരിനകത്ത് തന്നെ ഉണ്ട്, ഒരു ഓഡിറ്റ് ടീം കാണും. ആ ഓഡിറ്റ് ടീം വരും, എന്തായാലും പുറത്തുനിന്ന് വരും. ഓക്കെ, അപ്പം അതിനു മുന്നേ സോഫ്റ്റ്വെയർ റിവ്യൂ കാൻ ബി ഡിഫൈൻഡ് ആസ് എ ഫിൽറ്റർ ഫോർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്. It is reviews to discover error in analysis, design, coding, testing and implementation phase.
whether the procedures are applied uniformly and in a manageable manner. So uniformly procedures and standards are applied or not, അതൊക്കെ ചെക്ക് ചെയ്യും. ഓക്കെ, ഇനി ഈ കണ്ടോ 2 types ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഇൻഫോർമൽ റിവ്യൂ ആൻഡ് ഫോർമൽ ടെക്നിക്കൽ റിവ്യൂ. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി ചിലപ്പോൾ ഒരു കസ്റ്റമറിനെയൊക്കെ ഇരുത്താം, ഇതിന്റെ കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്ത് കാര്യങ്ങൾ, പിന്നെ ഒരു റിപ്പോർട്ടുമായിട്ട് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് ടീം റിപ്പോർട്ട് വരും, അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം കാണും. ഓക്കെ, ഫോർമൽ ടെക്നിക്കൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഫോർമൽ ആയിരിക്കും, അധികം ആൾക്കാർ അതിൽ കാണില്ല, ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാരെ അതിനകത്ത് കാണത്തുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കാം. Informal meeting and informal test checking. Formal technical review is a formal software quality assurance activity through various approaches such as structured walkthrough, inspection, etc. So what is formal technical review? It is a software quality assurance activity performed by software engineering practitioners to improve the software product quality. So that product should be scrutinized for completeness, correctness, consistency, technical feasibility, efficiency, adherence to established standards and guidelines by the client organization. Ini formal technical review. Ini structured walkthrough എന്ന് പറയുന്നത് എന്നാ നോക്കാം. It is a review of formal deliverables produced by the project team. Participants of this review include end users and management of client organization, management of the development organization, and sometimes auditors, as well as members of the project team. Okay. More formally with a predefined agenda, which may include presentation, overheads, etc. So, in a structured walkthrough, in a panel of members, including the customer, a predefined agenda, അതിനകത്ത് പ്രസന്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാം. അതുവെച്ചായിരിക്കും ഈ പറയുന്ന സംഭവം നടക്കുന്നത്. ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ഫോർമലൈസ്ഡ് ദാൻ എ സ്ട്രക്ചർഡ് വാക്ത്രൂ. കുറച്ച് നമ്പർ ഓഫ് ആൾക്കാരെ കാണത്തുള്ളൂ. അപ്പൊ ഈ ഫോർമൽ ടെക്നിക്കൽ റിവ്യൂവിനകത്ത് സ്ട്രക്ചർഡ് വാക്ത്രൂ വരും, ഇൻസ്പെക്ഷൻ വരും, വെരിഫിക്കേഷൻ, വാലിഡേഷൻ. സ്ട്രക്ചർഡ് വാക്ത്രൂ എന്ന് പറഞ്ഞാൽ കസ്റ്റമറും എല്ലാരും കൂടി ഇരുന്നോണ്ടുള്ള ഒരു ജനറൽ സംഭവം. ഓക്കെ, ജനറൽ അല്ല, കുറച്ച് ഫോർമൽ ആണ്, അതിനകത്ത് പ്രൊഫഷണൽസും ഉണ്ട്. അങ്ങനെ ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക, ബ്രെയിൻ സ്റ്റോമിങ് നടത്തുക, അങ്ങനെയുള്ള സംഭവമൊക്കെയാണ് ഇൻഫോർമൽ വരുന്നത്. ഓക്കെ, അപ്പം ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ഫോർമലൈസ് ആൻഡ് സ്ട്രക്ചർ. കാര്യം അത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇറ്റ് ഈസ് ടിപ്പിക്കലി a document such as requirement specification or a test plan, and the purpose is to find the problem and see what's missing, not to suggest rectification or fixing. It should be a written report. അപ്പൊ ഇൻസ്പെക്ഷൻ കഴിയുമ്പോൾ നമുക്കൊരു റിട്ടേൺ റിപ്പോർട്ട് കാണും, ഫോർമൽ ആയിരിക്കും അത്. നമ്മൾ എന്ത് ഫിക്സ് ചെയ്യണം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒരു അഡ്വൈസ് അല്ല ശരിക്കും പറഞ്ഞ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഇനി വേരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കാം. Verification involves review to evaluate whether correct methodologies have been followed by checking the documents, plan, code. This can be done with checklist. അതായത് ഇതിന്റെ വേരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതായത് വാലിഡേഷൻ എന്ന് പറഞ്ഞാല് റൈറ്റ് പ്രൊഡക്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കസ്റ്റമർ ഉദ്ദേശിച്ച സാധനം തന്നെയാണോ കിട്ടിയെന്നുള്ളതാണ് റൈറ്റ് പ്രൊഡക്റ്റ്. ഓക്കെ, വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് റൈറ്റ് ആയിട്ടാണോ, അതായത് അതിന്റെ പിന്നിലുള്ള ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം, മെത്തഡോളജീസ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളതാണ് വെരിഫിക്കേഷനിൽ ചെക്ക് ചെയ്യുന്നത്. ഇറ്റ് വെരിഫൈസ് ഓൾ ദ ചെക്ക് ലിസ്റ്റ്, ഡോക്യുമെന്റ്സ്, പ്ലാൻസ്, അങ്ങനെ അതൊക്കെ എന്തിനാണ്? ആ പ്രൊസീജിയർ കറക്റ്റ് ആണോ എന്ന് അറിയാനാണ് വെരിഫിക്കേഷൻ. ആ പ്രൊസീജിയർ കറക്റ്റ് ആയെങ്കിൽ മാത്രമേ കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യുന്ന റൈറ്റ് പ്രൊഡക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ വെരിഫിക്കേഷൻ കഴിഞ്ഞാണ് വാലിഡേഷൻ നടക്കുന്നത്. അപ്പൊ വെരിഫിക്കേഷനിൽ സംഭവം എല്ലാം കറക്റ്റ് ആയിട്ടാണോ വന്നത്, ആ പ്രൊസീജിയർ
ആ സ്റ്റാൻഡേർഡ് ഈ പറയുന്ന സാധനം എല്ലാം കറക്റ്റ് ആയിട്ടാണോ ഫോളോ ചെയ്തതെന്നോ നോക്കുന്നതാണ് വെരിഫിക്കേഷൻ. So after verification completes only validation takes place. So validation എന്താ പറയുന്നത്, കസ്റ്റമറിന്റെ റിക്വയർമെന്റിന് അനുസരിച്ചുള്ള പ്രോഡക്റ്റ് ആണോ കിട്ടിയെന്നാണ് അറിയേണ്ടത്. ഓക്കെ, so each FTR is conducted as a meeting and requires well coordinated. So for formal technical review we need a well coordinated planning, presentation, overheads, commitments, ഇതെല്ലാം വേണം. ഓക്കെ, so results of FTR meeting decision, whether to accept the product or reject it or need any modification, okay, or accept the product with certain changes, reject the project due to the error. ഇതൊക്കെയാണ് മീറ്റിംഗ് ഡിസിഷൻ ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ we have a summary report that is actually, അല്ലെങ്കിൽ രണ്ടെണ്ണമാണ്. റിസൾട്ട് ഓഫ് FTR എന്ന് വെച്ചാൽ we have a meeting decision, then a report. What was reviewed, who reviewed it, what are the findings of the review and conclusion. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. Okay, so formal technical review is to uncover errors and ensure the compliance. Formal technical review can be done by two ways, structured walkthrough and inspection. So we know what is structured walkthrough, പഠിച്ചു. Inspection എന്താണെന്ന് പഠിച്ചു. So the output will be a decision, review, summary report and checklist outcome. അപ്പൊ ഈ checklist outcome എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഈ ഹെഡിങ്സ് മാത്രമാണ്. സോഫ്റ്റ്വെയർ കോൺസെപ്റ്റ്, സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് അനാലിസിസ് ഫേസ്, കോമ്പാറ്റബിലിറ്റി, കംപ്ലീറ്റ്നെസ്, കൺസിസ്റ്റൻസി, ഇതെല്ലാം. അതായത് നമ്മൾ ഈ റിവ്യൂ നടത്തുന്ന വെച്ചാൽ വി ഹാവ് എ പ്രൊസീജിയർ, വി ഹാവ് എ ചെക്ക് ലിസ്റ്റ്. ഇതെല്ലാം അറ്റൈൻ ചെയ്യുന്നുണ്ടോ എന്ന് ടിക്ക് ചെയ്ത് അവർ പോകും. നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് തിങ്സ് കാണും, പ്രീ ഡിഫൈൻഡ് സംഭവം കാണും. ആ സംഭവങ്ങളെല്ലാം ഇത് മീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. അതാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ കൺസിസ്റ്റൻസി, കറക്റ്റ്നെസ്, ട്രേസബിൾ, വെരിഫയബിലിറ്റി ആൻഡ് ടെസ്റ്റബിലിറ്റി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ആ പോയിന്റ്സ് ഒരു 6-7 എണ്ണം നോക്കി വെക്കുക. ഓക്കെ, സോ അടുത്തത് സോഫ്റ്റ്വെയർ റിലയബിലിറ്റി ആണ്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ റിലയബിലിറ്റി ദാറ്റ് ഈസ് it is actually unlike reliability of the software is actually reliability is actually difficult to measure. പക്ഷേ ഫെയിലിയർ ഫ്രീ ഓപ്പറേഷൻ എന്ന് നേരത്തെ പറഞ്ഞ മീൻ ടൈം ടു ഫെയിലിയർ, അതാണ്. സോഫ്റ്റ്വെയർ റിലയബിലിറ്റി is defined as the probability that the software will provide a failure free operation in a fixed environment or a fixed interval of time. Okay, so mean time to failure എന്ന് പറഞ്ഞാൽ എന്താണ്? It is the average interval of time between the failures. This is also sometimes referred to as mean time before failure. So mean time to failure software reliability check ചെയ്യാൻ വേണ്ടിയാണ്. Then IEEE definition. The probability that software will not cause a failure of a system or a specified time under specified conditions. The probability is a function of the input to and use of the system in the software. Inputs to the system determine whether existing faults, if any, are encountered. Ability of the program to perform its required function accurately and reproducibly under stated conditions for a specific period of time. So, ഒരു specific period of time software failure ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നോ, സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ, IEEE സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ. ഓക്കെ, IEEE ഡെഫിനിഷൻ അവധി പറഞ്ഞിരിക്കുക. എന്താണ് എന്നാ സോഫ്റ്റ്വെയർ റിലയബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? ആ ഒരു ഡെഫിനിഷനാണ് തന്നിരിക്കുന്നത്. ഓക്കെ,
ജസ്റ്റ് അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ, വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. സോഫ്റ്റ്വെയർ റിലയബിലിറ്റി മോഡൽസ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഈ സോഫ്റ്റ്വെയർ how many times it failed, it depends upon the different models that is used for measuring the software reliability. Okay, അതിനൊരു ഇക്വേഷൻ തന്നിരിക്കുന്ന d of t equal to t of d into 1 minus e to the power of minus BET. Okay, B, C are the constants and T total number of defects, C cumulative number of defects. ഇത് ജസ്റ്റ് mean time to failure കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഇത് വെച്ചിട്ട് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദെയർ ആർ ഡിഫറെന്റ് മോഡൽസ് ഫോർ മെഷറിംഗ് ദ സോഫ്റ്റ്വെയർ റിലയബിലിറ്റി ഓർ കോംപ്ലക്സിറ്റി. അതനുസരിച്ച് ഇക്വേഷൻസ് മാറും. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത് ജസ്റ്റ് എഴുതാം. ഓക്കെ, ഇത് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ജസ്റ്റ് സോഫ്റ്റ്വെയർ റിലയബിലിറ്റി എന്താന്നുള്ളത്, മീൻ ടൈം ടു ഫെയിലുവർ, അതൊക്കെ ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, അങ്ങനെ പ്രോബ്ലം ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പൊ പ്രോബ്ലം ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ തരും, നമ്പർ ഓഫ് ഡിഫക്ട്സ് എത്രയാണ്, ക്യുമുലേറ്റീവ് നമ്പർ ഓഫ് ഡിഫക്ട്സ് ഒബ്സർവ്ഡ് അറ്റ് എ ടൈം ടി, ഇങ്ങനെ തരും. അപ്പൊ തരുമ്പോൾ അതങ്ങോട്ട് ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്താൽ മതി. ബി ആൻഡ് സി ആർ കോംപ്ലക്സ്, ടി റെപ്രസെന്റ്സ് ടൈം. സോ മീൻ ടൈം ടു ഫെയിലുവർ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ ഇ ടു ദ പവർ ഓഫ് എഴുതി വെച്ചാൽ മതിയാവും. ഓക്കെ, then software quality standards already പറഞ്ഞു, capability maturity model already പറഞ്ഞതായത് 5 levels are there, level 1, level 2, level 3, 4, 5. ഓക്കെ, ഇത് ഓൾറെഡി നേരത്തെ പഠിച്ചതാണ്, അതത്രേ ഉള്ളൂ. നെക്സ്റ്റ് സെക്യൂരിറ്റി എഞ്ചിനീയറിംഗ്. To what extent is the software that is developed by you and what attacks? So എത്രമാത്രം നമ്മുടെ സോഫ്റ്റ്വെയർ ക്രാഷ് ആകാതെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് സെക്യൂരിറ്റി എഞ്ചിനീയറിംഗ്. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു അനലൈസ് സോഫ്റ്റ്വെയർ security requirements. So security is very important. Security is equally important when working with mobile application, Internet of Things. So there is need to elicit security requirements, develop a security policy, design security measures, and perform security checks during the entire life cycle of the software development. So നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് each cycle we need to impart security measures. അപ്പോൾ ഇറ്റ് വിൽ അവോയ്ഡ് മെയിൻ സെക്യൂരിറ്റി ത്രെഡ്സ്. ഓക്കെ, അപ്പം റിസ്ക് അസസ്മെന്റ് ചെയ്യുമല്ലോ നമ്മൾ, അതൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സെക്യൂരിറ്റി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിസൾട്ടന്റ് സോഫ്റ്റ്വെയർ ഷുഡ് വിത്ത്സ്റ്റാൻഡ് വാട്ട് അറ്റാക്ക്, സെക്യൂരിറ്റി അറ്റാക്സ്. ഓക്കെ, അപ്പം അത്രയാണ് അതിനകത്ത് വരുന്നത്. Quality standards, 5 CMM maturity model, generic quality management standard, ISO standard, IEEE standard, verification and validation metrics, audit, then security engineering. It focuses on identifying and mitigating software threats, threat modeling, risk analysis, security checks. It should be applicable to mobile, IoT, cloud, and social media. Okay, it is a safe software is essential for reliable and a safe software. Okay, അത്രേ ഉള്ളൂ ആ ചാപ്റ്റർ. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ ചാപ്റ്ററിലെ ആ മോഡുലാറും ഈ ചാപ്റ്ററിനകത്ത് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി അങ്ങനെയുള്ള സംഭവമൊക്കെ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് ഇതിനകത്ത് ആക്ച്വലി different types of project metrics. Okay, project metrics, product metrics, lines of code, function point. Okay, then software project estimation. So how much, what will be the cost, how can I reduce the cost? Okay, so how to estimate the size and effort. ഓക്കെ, ഇങ്ങനെയുള്ള സംഭവമാണ് ഇതിനകത്ത് ഈ ചാപ്റ്ററിനകത്തുള്ളത്. സോ ബിഫോർ ദാറ്റ് സോഫ്റ്റ്വെയർ പ്രോജക്ട് എസ്റ്റിമേഷൻ, മോഡൽസ് ഫോർ എസ്റ്റിമേഷൻ, കൊക്കോമോ മോഡൽ. സോ ഇതിനകത്ത് കൊക്കോമോ മോഡൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
പോസ്റ്റ് കൺസ്ട്രക്ഷൻ. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് പരീക്ഷയ്ക്ക് സ്ഥിരമായി കണ്ടിട്ടുള്ളത്. കൊക്കോമോ മോഡലാണ്. പിന്നെ പുറ്റ്നംസ് മോഡൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ, ഇതൊക്കെ ഭയങ്കര ഇതായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും അകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും കൊക്കോമോ മോഡലിന്. ഓക്കെ, പിന്നെ ഓട്ടോമേറ്റഡ് ടൂൾസ് ഫോർ എസ്റ്റിമേഷൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും സംഭവമാണ് ഈ ചാപ്റ്ററിനകത്ത് മെയിൻ ആയിട്ട്. ഇപ്പൊ നെക്സ്റ്റ് ചാപ്റ്ററിൽ കോസ്റ്റ്. അപ്പൊ ഇതുവരെ പഠിച്ചതിനകത്ത് റിക്വയർമെന്റ് കഴിഞ്ഞു, ഡിസൈൻ കഴിഞ്ഞു, ദെൻ പിന്നെ ക്വാളിറ്റി പറഞ്ഞു. ക്വാളിറ്റിക്കകത്ത് മെട്രിക് അങ്ങനെയുള്ള സാധനം, ഓഡിറ്റ്, ആ സംഭവം എല്ലാം പറഞ്ഞു. സോ നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് സംഭവമാണ്. കോസ്റ്റിനകത്ത് നമ്മൾ പഠിക്കുന്ന കൊക്കോമോ മോഡൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും വെച്ച് ഇന്ന് നിർത്താം. അടുത്ത ദിവസം ഇപ്പൊ 2 ചാപ്റ്റർ ജസ്റ്റ് നോക്കിയല്ലോ, 2 ചാപ്റ്ററിന്റെ സംഭവമൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ദിവസം അടുത്ത ഒരു 2-3 ചാപ്റ്റർ നെക്സ്റ്റ് ഡേ നോക്കാം. പിന്നെ ഒരു ദിവസം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി സമയം ബാക്കിയുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുനിന്ന് ഇപ്പൊ ഈ 4 ചാപ്റ്ററിനകത്ത് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടോ. വാട്ട് ഈസ് ഡിഫൈൻ സോഫ്റ്റ്വെയർ റിവ്യൂ, ഡേറ്റ ഡിക്ഷണറി, എലമെന്റ്സ് ഓഫ് ഡേറ്റ. ഇത് കഴിഞ്ഞ ദിവസം പഠിച്ചാണ്. വേരിയസ് ഫേസസ് ഓഫ് വാട്ടർഫോൾ മോഡൽ. ഓക്കെ, ദെൻ ഫങ്ഷണൽ റിക്വയർമെന്റ്, നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ് വിത്ത് എക്സാമ്പിൾ. ഫങ്ഷണൽ റിക്വയർമെന്റ്, നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് കഴിഞ്ഞ ദിവസം എടുത്തതാ. Okay, then black box testing, white box testing. White box testing is also called transparent testing. Internal logic, black box testing, external interface, external to the other, black box testing. Explain the various sections of SRS with an example. This software requirement specification document in the various sections, bullet points ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് പഠിക്കുക. Then ഇത് പഠിച്ചില്ല. വാട്ട് ഈസ് കപ്ലിംഗ് പഠിച്ചു. എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൈപ്സ് ഓഫ് കപ്ലിംഗ്. ഞാൻ പറഞ്ഞായിരുന്നു കപ്ലിംഗ്, ഡേറ്റ കപ്ലിംഗ്, കണ്ടന്റ് കപ്ലിംഗ്, അതിനിടയ്ക്ക് കുറെ സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കണം. ദെൻ ഇതാ ഞാൻ പറഞ്ഞ ഫസ്റ്റ് 3 ലെവൽസ് ഓഫ് DFDs ഫോർ ലൈബ്രറി ഇൻഫർമേഷൻ സിസ്റ്റം. ലൈബ്രറി ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ DFD പഠിക്കണം. നമുക്ക് പ്രൊഡക്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ DFD ഓൾറെഡി പുസ്തകത്തിനകത്തുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ് DFD ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, യൂട്യൂബിലോ ChatGPT-യിലോ എവിടെയാന്ന് വെച്ചാൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് പ്രൊഡക്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം, ലൈബ്രറി ഇൻഫർമേഷൻ സിസ്റ്റം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം, അതിന്റെ ഒരു കുറച്ച് DFDs പഠിച്ചു നോക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാം പാറ്റേൺ സെയിം ആയിരിക്കും, ഡിഫറെന്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ദെൻ കൊക്കോമോ മോഡൽ പഠിക്കും. ഓക്കെ, ഇത്രയൊക്കെയാണ്. എക്സ്പ്ലെയിൻ വേരിയസ് ഫേസസ് ഓഫ് സ്പൈറൽ മോഡൽ പഠിച്ചായിരുന്നു. സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉള്ള സംഭവം പറഞ്ഞു, ഇന്ന് പഠിച്ചായിരുന്നു. V of G is equal to ആ ഇക്വേഷൻ. പിന്നെ യൂണിറ്റ് ടെസ്റ്റിംഗ് ഉദ്ദേശിക്കുന്ന മോഡുലാർ ടെസ്റ്റിംഗ് ആണ്. ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി വരുന്ന ചാപ്റ്റേഴ്സിലുള്ളതാണ്. SRS ഫോർ എ റെയിൽവേ റിസർവേഷൻ സിസ്റ്റം കണ്ടോ, ഇങ്ങനെ എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഒരു ഡോക്യുമെന്റ് ആണ് SRS ഡോക്യുമെന്റ്. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം, നമ്മളൊരു റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ പ്രൊസീജിയർ ആണോ ഫോളോ ചെയ്യുന്നത്, ഇൻട്രോഡക്ഷൻ, ഇങ്ങനെ കുറച്ച് ഒരു ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ റെയിൽവേ റിസർവ് ഓരോ എക്സാമ്പിൾ അനുസരിച്ച് മാറ്റിയിട്ട് എഴുതാന്നുള്ളൂ. ടെംപ്ലേറ്റ് സെയിം ആണ്. സോ അത് നോക്കുക. കൊഹിഷൻ എന്താണ്, വേരിയസ് ടൈപ്സ് ഓഫ് കൊഹിഷൻ. കണ്ടോ, 3 ലെവൽസ് ഓഫ് DFD ഓഫ് റെയിൽവേ റിസർവ്. വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചതാ റെയിൽവേ റിസർവേഷൻ. മുമ്പേ അവിടെ ലൈബ്രറി മാനേജ്മെന്റ് ചോദിച്ചത്, ഇവിടെ റെയിൽവേ റിസർവേഷൻ ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വേരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ. ഇപ്പൊ പഠിച്ചതാ വേരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ. വേരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് വാലിഡേഷൻ നടക്കുന്നത്. ഓൾ ദ ചെക്ക് പോയിന്റ്സ്, all the procedures, all the standards or procedures are done correctly. അതാണ് വേരിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. The implementation is right for implementation method is right for implementing the product right. Okay, അതാണ് വേരിഫിക്കേഷൻ. വാലിഡേഷൻ എന്ന് പറഞ്ഞാല് കസ്റ്റമർ ഉദ്ദേശിച്ച
പ്രോഡക്റ്റ് കറക്റ്റ് പ്രൊഡക്റ്റ് തന്നെയാണോ കിട്ടിയത് എന്നുള്ളതാണ് വാലിഡേഷൻ. അത് നോക്കിയായിരുന്നു. അതൊക്കെ ഒന്ന് നോക്കിയേക്കുക. ദേ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് HCI നോക്കിയായിരുന്നു. SRS ഫോർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ. First 3 levels of student information system. ഓക്കെ, ഇത് പഠിച്ചില്ല, ഇത് ബാക്കിയുള്ളതൊക്കെ പഠിക്കാനുള്ളതാ. ഇതിലും ചോദിച്ചിട്ടുണ്ട്, സെയിം ക്വസ്റ്റ്യൻ പേപ്പറാ. വാട്ടർഫോൾ മോഡൽ, സ്പൈറൽ മോഡൽ, ഹ്യൂമൻ ഇന്റർഫേസ്, യൂസർ എക്സ്പീരിയൻസ്, അത് നിന്ന് പഠിച്ചതാ. ഇന്നത്തെ ഇത് നോക്കിയതായിരുന്നു. ഡിഫക്ട് മെട്രിക്സ് ആൻഡ് മെയിൻറ്റൈനബിലിറ്റി മെട്രിക്സ്. മെയിൻറ്റൈനബിലിറ്റി മെട്രിക്സ് നമ്മൾ മുമ്പേ പറഞ്ഞ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി എഴുതാം. ഡിഫക്ട് മെട്രിക് എങ്ങനെയാ മെഷർ ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇന്നത്തെ ക്ലാസ് ഇപ്പം തൽക്കാലം നിർത്തിയേക്കാം. താങ്ക് യു.